അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ ഈ ഒരു സ്ഥാപനത്തിൻ്റെ തന്നെ ഉടമയായിട്ടുള്ള വ്യക്തിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആളെടുത്ത് തന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ സാർ ഈ മിൽമൻ്റെ ഞാൻ മിൽമയുടെ മലബാർ മേഖല ഡയറക്ട് ബോർഡ് മെമ്പറാണ്. ഇവിടെ അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വാർഡംഗവും ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. നമ്മളിവിടെ ഈ സ്ഥാപനം തുടങ്ങാൻ കാരണം ഇവിടെയാണ് നമ്മുടെ അയ്യപ്പൻ കോശി സിനിമയുടെ പോലീസ് സ്റ്റേഷൻ ഇത് ചെയ്തിരുന്നത്. പോലീസ് സ്റ്റേഷൻ്റെ സെറ്റായിരുന്നു ഫുള്ളായിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് സെറ്റ് ഇട്ടിരുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ വിജയിച്ചൊരു സിനിമയാണ്. അട്ടപ്പാടിക്കാർക്ക് അഭിമാനമായ ഒരു സിനിമയാണ്. അതിലൂടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നഞ്ചിയമ്മ ഈ ലോകത്തിന് പരിചയപ്പെട്ടതും നഞ്ചിയമ്മയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയതും. അങ്ങനെ ഒരുപാട് ആളുകൾ അട്ടപ്പാടി കാണാൻ വരുന്ന ആളുകളൊക്കെ തന്നെ ഈ പ്രദേശത്ത് വരാറുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു സുഹൃത്തും ഞാനും കൂടി ചേർന്ന് ഈ സ്ഥലം നേരത്തെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഒരു നല്ല വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടി ഇവിടെയാണുള്ളത്. നല്ല വിൻഡ് മില്ലുകളുള്ള ഏരിയയും അത്യാവശ്യം കാറ്റും തണുപ്പുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ അട്ടപ്പാടിയെ കാണാൻ വരുമ്പോൾ ഈ സ്പോട്ടിൽ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലം ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളും പണിക്കാരൊക്കെ ആയിട്ട് ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചവരെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോലും ഒരു തുള്ളി വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ്. ഈ പ്രദേശത്തൊന്നും കടകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് മിൽമ ബോർഡ് മീറ്റിങ്ങിലൊക്കെ ഇങ്ങനെ മിൽമയുടെ ബിസിനസ് വർദ്ധിപ്പിക്കണമെന്ന് നമ്മളെല്ലാവരും ചർച്ച ചെയ്യും. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്ത് തുടങ്ങിക്കൂടാ എന്നുള്ളൊരു ഐഡിയയിൽ ഇവിടെ ചുറ്റും അങ്ങനെ വീടുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ഒറ്റപ്പെട്ട പ്രദേശമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ തന്നെ ആളുകൾക്കൊക്കെ ഭയങ്കര ആശങ്കയായിരുന്നു. എങ്ങനെയാണ് ഇവിടെ ഒരു ടൗണല്ല, വാഹനങ്ങൾ വന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലമല്ല, ഒന്നുമല്ല, ഇങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ ഇവിടെ തന്നെയുള്ള നമ്മുടെ അടുത്ത ഇവിടെയുള്ള ട്രൈബൽ ഊരുകളുണ്ട്, ആദിവാസി കോളനികൾ. അപ്പോൾ ഇവിടെ തന്നെയുള്ള നമ്മുടെ നല്ലശിങ്ക എന്ന് പറയുന്ന ആദിവാസി ഊരിലെ 2 കുട്ടികളെ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട കുട്ടികളാണ്. അവരോട് സംസാരിച്ചു, അവർ തയ്യാറായി വന്നു. അപ്പോൾ അവർക്ക് നമ്മളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി കൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തന്നെ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി. ആ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ 5 പ്രൊജക്റ്റുകളാണ് ഉണ്ടായിരുന്നത്. വ്യവസായ ഓഫീസർ മുഖേന സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അതിലൊരു ട്രൈബൽ പ്രൊജക്റ്റ് ഈ കുട്ടികൾക്ക് കൊടുത്തു. നമ്മൾ നന്നായി അവരെ സപ്പോർട്ട് ചെയ്തു. കൺസ്ട്രക്ഷൻ മുതൽ സാധനം പർച്ചേസ് ചെയ്തിട്ട് ഇന്ന് ബിസിനസ് നടക്കുന്നവരെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു ജീവിതമാർഗ്ഗം, ഒരു 4 കുടുംബം നന്നായി കഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമാർഗ്ഗം. ഞങ്ങൾക്ക് ചായയും വെള്ളം കിട്ടുന്ന രീതിക്കാണ് അത് തുടങ്ങിയത്. ബഹുമാനപ്പെട്ട മിൽമയുടെ ചെയർമാൻ KS മണി അദ്ദേഹമാണ് ഇത് വന്ന് ഉദ്ഘാടനം ചെയ്ത്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ് എല്ലാവരും വന്നിരുന്നു. ഇലക്ഷൻ പ്രോട്ടോക്കോൾ ഉള്ളതുകൊണ്ട് അവർക്ക് ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എന്നാൽ അവരുടെയൊക്കെ സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇത് തുടങ്ങിയതിന് ശേഷം നിസ്സാരമായ ഒരു ചായയും ഒരു ചെറിയ കടിയും ഉച്ചയ്ക്ക് ചെറിയ കുടുംബശ്രീ ഹോട്ടലിലെ ഊണ് പോലെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ തുടങ്ങിയ അന്ന് മുതൽ ആ ക്രൗഡ് ഇതുവരെ നിലനിൽക്കുന്നുണ്ട്. എൻ്റെ സ്റ്റാഫുകളും എൻ്റെ സുഹൃത്തുക്കളും ഞാനുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ എന്നെ കാണാനും, അപ്പോൾ പുറമേ എൻ്റെ സ്ഥാപനമാണ് എന്നുള്ളൊരു പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് ആളുകളെ ഇങ്ങോട്ട് ആകർഷിച്ചു. സിന്ദൂരം റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഗ്രൂപ്പിൻ്റെ പേര് സിന്ദൂരം എന്നാണ്. അപ്പോൾ സിന്ദൂരം എന്ന് പേര് വെച്ചപ്പോൾ തന്നെ നമ്മളിങ്ങനെ ആശങ്കയുണ്ടായി, സിന്ദൂരം എന്നൊരു പേരൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ അത്ര ശ്രദ്ധിക്കുമെന്നൊക്കെ. പക്ഷേ ആ പേര് തന്നെ വലിയ ഫേമസായി, ആളുകൾക്ക് വലിയ താല്പര്യമായി. അപ്പോൾ മിൽമയുടെ ഒരു ഷോപ്പ് അപ്പുറത്തും റെസ്റ്റോറൻറ്റ് ഇപ്പുറത്തും തുടങ്ങി. അപ്പോൾ ഈ പ്രദേശത്ത് കൂടെ വരുന്ന ആളുകൾക്ക് വലിയ ആശ്വാസം, ഞങ്ങളെപ്പോലെ തന്നെ ഒരു ചായ കുടിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും. അവർ വളരെ ആത്മാർത്ഥമായി രാവിലെ 5 മുതൽ രാത്രി 10 മണി വരെ വർക്ക് ചെയ്യുന്നുണ്ട്. 7-7:30 മണിക്ക് ഇത് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുന്ന സമയം മുതൽ ഇങ്ങനെ ഇടതടവില്ലാതെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം അവരുടെ 4 കുടുംബം കഴിഞ്ഞു പോകാനുള്ള ബിസിനസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ കെട്ടിടത്തിന് ഒരു ചെറിയ ഫണ്ടും നമ്മുടെ സുഹൃത്തിന് കൊടുക്കുന്നുണ്ട് വാടക ഇനത്തിൽ. നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഈ അയ്യപ്പനും കോശി സ്ഥലവും ഈ നല്ലശിങ്ക വ്യൂ പോയിൻറ്റും ഇവിടെയാണ്. ഇവിടെ വരുന്നവർക്ക് ഒരു ആശാകേന്ദ്രമായി ഇതിപ്പോൾ മാറിക്കഴിഞ്ഞു. അത്യാവശ്യം നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്. എല്ലാവരുടെ ഇടയിലും നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. നല്ലൊരു റിസൾട്ടാണുള്ളത്. മാക്സിമം ആളുകൾ വന്നതിന് ശേഷം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മില്ലറ്റ് പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ ട്രൈബൽ ഫുഡും കൂടി ഇവിടെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെട്ട് ഇവർ സ്വയം അവർ തന്നെ എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വരുമ്പോൾ അവരെ കൊണ്ട് ആ പ്രോഡക്റ്റും കൂടി ചെയ്യിപ്പിച്ചതിന് ശേഷം ഞങ്ങളുടെ ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു പോകണമെന്നാണ് വിചാരിക്കുന്നത്. എന്നാലും ഞങ്ങളുടെ സപ്പോർട്ട് അവർക്ക് എപ്പോഴും ഉണ്ടാവും. അവർക്ക് ആവശ്യമുള്ള സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ മാൻ പവറും ഒക്കെ. ചില സമയങ്ങളിൽ തിരക്ക് കൂടുമ്പോൾ ഇവിടെ സപ്ലൈ ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് സപ്ലൈ ചെയ്യാറുണ്ട്. നമുക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാണ്ട് സാധനങ്ങൾ പലപ്പോഴും ഞാൻ മീറ്റിങ്ങിനും ആയിട്ട് ടൗണിൽ പോയി വരുമ്പോൾ ആവശ്യമുള്ള സാധനം നമ്മുടെ കാറിൽ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്നൊരു നല്ല നിലയിലേക്ക് എത്തി. അവർ ഹാപ്പിയാണ്, പണിക്കാർ ഹാപ്പിയാണ്. എന്തായാലും ഈ ഒരു സ്ഥാപനം തുടങ്ങിയ ശേഷം 7 കുടുംബം ഹാപ്പിയായിട്ട് ജീവിക്കുന്നു.
നല്ലൊരു കാര്യം. കാരണം ഞങ്ങളും വന്ന്, ഞാൻ പറഞ്ഞു കുറച്ച് മുന്നേ 3 മാസം മുന്നേ കുട്ടികളായിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് എവിടെ ഒരു ചായക്കുള്ളൊരു ഇതൊന്നുമില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നതാണെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോവാ, ഇത്രയും ഒരു വൃത്തിയുള്ളൊരു ഏരിയ ഇവിടെ കണ്ടില്ല. നല്ലൊരു വൃത്തിയും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സംഭവങ്ങളും അപ്പോൾ നമ്മൾ പറഞ്ഞ ആ സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കി തരികയാണ്. അത് ഒരുപാട് ടൈമിങ്ങും ഇല്ല, നല്ല സ്പീഡായിട്ട് ചെയ്തു തരുന്നുണ്ട്. പിന്നെ അതിനപ്പുറത്ത് നമ്മളടുത്തുള്ള ആ ഒരു പെരുമാറ്റം ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു സ്നേഹത്തോട് കൂടിയിട്ടാണ് അവരൊരു പെരുമാറ്റം. നമ്മളിപ്പോൾ ഞങ്ങൾ കഴിച്ചൊരു ബജ്ജിൻ്റെ ഒരു റെസിപ്പി ചോദിച്ചപ്പോൾ കൂളായിട്ട് പറഞ്ഞു തന്നു. ചില ആളുകളൊന്നും അങ്ങനെ പറഞ്ഞു തരില്ല, പക്ഷേ എല്ലാവരും നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. ഞങ്ങളിപ്പോൾ നേരത്തെ വന്ന ആളുകളാണ്, പക്ഷേ രാത്രി ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് പോവാം എന്നുള്ളതും ഇവിടുത്തെ ആ ഒരു ഇത് ഇഷ്ടമായത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ പ്രദേശത്ത് ഒരു പബ്ലിക് ടോയ്ലറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാഷ്റൂമോ ഇല്ല. ഒരുപാട് സ്ത്രീകൾ ദീർഘദൂര യാത്ര ചെയ്ത് വരുന്നവരാണ്. പഞ്ചായത്തിൻ്റെ ഉള്ളത് ആനകെട്ടിയിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ ഇത്രയും ദൂരത്തിനിടയ്ക്ക് നല്ലൊരു വാഷ്റൂമില്ല. അപ്പോൾ നമ്മൾ നന്നായി തന്നെയാണ് ലേഡീസിനും ജെൻസിനും നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് വാഷ്റൂം ചെയ്തിരിക്കുന്നത്. അതിൽ വെള്ള സൗകര്യമുണ്ട്, ആളുകൾക്ക് വന്ന് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൗകര്യമുണ്ട്, കാർ പാർക്കിംഗ് ഉണ്ട്, എല്ലാ സൗകര്യമുണ്ട്. പിന്നെ പ്രകൃതി തന്നെ ഈ റൂമിനകത്ത് ഇരിക്കാതെ ഔട്ട്ഡോർ സർവീസ് ഉണ്ട്, ആളുകൾക്ക് ക്ലൈമറ്റ് എൻജോയ് ചെയ്ത് കഴിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട്. ഇനി ക്രമേണ കുട്ടികൾക്കുള്ള ഒരു ചെറിയ പാർക്കും കൂടി ഇതിൻ്റെ സമീപത്ത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ലൈസൻസ് മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞാൽ പേപ്പർ വർക്ക് കഴിഞ്ഞാൽ ഇനിയൊരു ഭാവിയിൽ ഈ ട്രൈബൽസിൻ്റെ ഡാൻസും കാര്യങ്ങളും അവരൊരു കൾച്ചറൽ പ്രോഗ്രാമൊക്കെ ഉണ്ടല്ലോ, ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത്. അങ്ങനെ ട്രൈബൽസിൻ്റെ അത് കാണണം എന്നൊക്കെ ഞാൻ എന്നിട്ട് കുറച്ചൊരു വർഷം മുന്നേക്കെ ഇവിടെ വന്നിട്ട് അതിൻ്റെ ഒരു എൻക്വയറിയും കാര്യങ്ങളും നടത്തിയിരുന്നു. അപ്പം നമ്മൾ ക്യാമ്പ് സെൻറ്ററിൽ അത് ചെയ്യുന്നുണ്ട്. ഇവർ ലത്തീഫ്ക അത് ഇവരെ വിളിച്ചിട്ട് ജസ്റ്റ് കുട്ടികളെ ക്യാമ്പിൽ അത് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ആവശ്യപ്പെട്ടാൽ നമ്മൾ ഇവിടെ തൊട്ടടുത്ത് ഊരുണ്ട്, നമ്മുടെ കുട്ടികളും അമ്മമാരുണ്ട്, അവർക്ക് ഒരു ചെറിയ സഹായമായി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അവർക്ക് ഒരു ചെറിയ ലേബർമായി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു സപ്പോർട്ടീവ് ആയിരിക്കും. അപ്പോൾ അവർ നിർബന്ധമായിട്ട് നമ്മളിങ്ങനെ ഇത്രയും വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ വരും, ആ ട്രൈബൽ ഡാൻസ് നമുക്ക് ചെയ്തു തരും. അവർക്കൊരു ചെറിയ സഹായം നമ്മൾ കൊടുത്താൽ മതി. അവർക്ക് അതിനോട് വലിയ താല്പര്യമാണ്. അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവർ ചെയ്യും. ഇനി ഏതെങ്കിലും പ്രോഗ്രാമിന് വിളിക്കുകയാണെങ്കിലും ഇവിടെ നിന്ന് ഊരിലെ കുട്ടികൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കും. വലിയ വാദ്യമേളം ഇവിടെ ഉണ്ട്, നല്ല സൗണ്ടോടുകൂടി വാദ്യമേളം ഉണ്ട്, ആദിവാസി നൃത്തമുണ്ട്, അതിനൊക്കെ തന്നെ പിന്നെ കോൽക്കളിയുണ്ട്. ഇതെല്ലാം ചെയ്യും. അതിനുള്ള ടീമുകളുണ്ട് ഊരുകളിൽ. അവർക്ക് അവരുടെ മരണ ചടങ്ങുകളിലൊക്കെ തന്നെ ഇത് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുകുട്ടി മുതൽ വയസ്സായ ആളുകൾക്ക് വരെ അതറിയാം. വാദ്യോപകരണം, കൊകൽ, തബല എന്നൊക്കെ പറഞ്ഞിട്ട് കൊട്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം അവർ നന്നായി ഉപയോഗിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്കത് അറേഞ്ച് ചെയ്യാം. എന്തായാലും അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ഇതായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഇല്ല എന്നുള്ളത് തന്നെ പറയട്ടോ. കാരണം നമുക്ക് ഇത്രയും നാച്ചുറലായിട്ട് എന്നെപ്പോലെ ട്രൈബൽസിൻ്റെ ഇങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ കാണണം എന്ന് ആഗ്രഹിക്കുന്നത്. മുന്നേ ഞാൻ വന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ആരെങ്കിലും മരിക്കണം എന്നാലേ അങ്ങനത്തെ പ്രോഗ്രാമുകൾ കാണാൻ പറ്റുള്ളൂ എന്ന്. അതിപ്പോൾ നമ്മളൊരാളെ മരിച്ചിട്ട് കാണുമെന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. പിന്നെ ആ സമയത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. പക്ഷേ ഇനി നമുക്ക് എന്നെപ്പോലെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഫാമിലിയായിട്ട് ധൈര്യമായിട്ട് ഇവിടെ വരാം. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ടോയ്ലറ്റിൻ്റെയും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ആദ്യം അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. എല്ലാം കൊണ്ടും ഒരു ഹാപ്പി ആയിട്ടുള്ള, ഞാനിപ്പോൾ കണ്ടതിൽ വെച്ച് പൊതുവേ ഞാൻ പറയലുണ്ടല്ലോ, എനിക്ക് നാച്ചുറലായിട്ടുള്ള സ്ഥലങ്ങളും അങ്ങനെയുള്ളതിനോടാണ് കൂടുതലും, ഞാൻ പ്രകൃതിനോടാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമാണ് ഇത്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇവിടെ വരണം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം ഇവിടെ ഉണ്ടാവും, മനസ്സ് നിറഞ്ഞു പോവാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും ഇവിടെ നിന്നുള്ള വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു ചാനലിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും ഞങ്ങളുടെയും കൂടെ പുതുവത്സരാശംസകൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ നമ്മളൊരു പുതിയൊരു പ്രൊജക്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവർ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വർഷമാകുമ്പോഴത്തേനും അതെല്ലാം കംപ്ലീറ്റ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.